സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്ത്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടെ എൻജോയ് ഇത്ര നിസ്സാരമായിട്ട് സ്ത്രീകൾ എൻജോയ് ചെയ്ത് എൻജോയ് എന്താ പറയുക, എൻജോയ് പ്രസവം സർട്ടിഫൈഡ് പൊട്ടൻ, സർട്ടിഫൈഡ് മണ്ടൻ എന്നല്ലാതെ ഇതിനൊന്നും പറയാനില്ല. ഭഗവാനെ, ഞാൻ ഈ ചങ്ങാതിനെയൊക്കെ ബിഗ് ബോസ് സമയത്ത് സപ്പോർട്ട് ചെയ്തല്ലോ ഗുരുവായൂരപ്പ ആലോചിക്കണ്. മാരാരുടെ ഏറ്റവും പുതിയൊരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ കാരണം ഇന്നിപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് സംസാരിച്ച് കണ്ടത് ഉണ്ണിയാണ്. ഉണ്ണി വ്ളോഗ്സിലെ ഞാൻ ഉണ്ണിക്ക് ഒരു കമൻറ്റ് ഇട്ട് കൊടുത്തു, പറയാതെ വയ്യ. കാരണം ഉണ്ണി കണക്കിന് കൊടുത്തൊരു വീഡിയോ ഞാൻ പകൽ കണ്ടു. സത്യം പറഞ്ഞാൽ കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ഉണ്ണി കൊടുത്തു. ഇനി വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരുപാട് പേര് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അഖിൽ മാരാർ ഏതാ ചാനൽ അറിയാം, സ്പോട്ട്ലൈറ്റ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. 63 ലൈക്ക്, ഡിസ്ലൈക്കിൻ്റെ എണ്ണം കാണാനില്ല, 31 കമൻറ്റേ ഉള്ളൂ. കമൻറ്റുകളിലേക്കൊക്കെ നമുക്ക് പോവാം. മാരാരേട്ടൻ 4-ാം തീയതി ബിഗ് ബോസ് തൂക്കിയ മാതിരി എന്താ മൂപ്പര് തൂക്കണ്? തൃക്കാക്കരയിലെ കപ്പോ കിണ്ടി അല്ല, തൂക്കോന്ന് അറിയില്ല കേട്ടോ, നമുക്കറിയില്ല. കാരണം അത്രയും വിവരമില്ലാത്തവരാണോ തൃക്കാക്കരയിലെ നാട്ടുകാരെന്നുള്ള കാര്യം, വോട്ടർമാരെന്നുള്ള കാര്യം 4-ാം തീയതി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. സുഖപ്രസവത്തിനെ കുറിച്ചാണ് അളിയൻ ക്ലാസ് എടുക്കുന്നത്. ഇത്രയും ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് വിഡ്ഢിത്തരം പറയാനും പൊട്ടത്തരം പറയാനും ഇങ്ങനെ ഒരു ചങ്ങാതിനെ കഴിഞ്ഞിട്ടുള്ളൂ. പറയുന്നത് എനിക്കൊന്ന് പല സമയത്തും തോന്നിയൊരു കാര്യമാണ്, പറയുന്നത് പല സമയത്തും പൊട്ടത്തരാണെന്നുള്ളത് അഖിൽമാരാർക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലായാലും അതും പിടിച്ചിരുന്ന് തൂങ്ങി മെഴുക. ഇനി ഇതിനും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മെഴുകാനും പിന്നെ ഉരുളാനും എന്തെങ്കിലും സംഭവിച്ച് ചങ്ങാതിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. ഞാൻ ബിഗ് ബോസിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഞാനും ഇവനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് പല കാര്യങ്ങളിലും. അല്ല, ഇവൻ പറയുന്ന കാര്യങ്ങളിൽ പലതും ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ പൊട്ടത്തരം വിഡ്ഢിത്തരം വിളിച്ച് പറയുന്ന സമയത്ത് പറയാം. പക്ഷേ ഇവൻ പറയുമ്പോൾ പൊട്ടത്തരം എന്ന ഹൈറ്റ് ഓഫ് എന്താ പറയുക, അത്രയും ഹൈ ലെവലിലുള്ള മണ്ടത്തരായിരിക്കും. കേൾക്കാം. പ്രസവത്തിനെ കുറിച്ചാണ് അളിയൻ പറയുന്നത്. അതായത് പണ്ടത്തെ കോൺസെപ്റ്റിലുണ്ടല്ലോ, പണ്ടൊക്കെ പറയുമല്ലോ ഈ സുഖപ്രസവം. ഫസ്റ്റ് ഓഫ് ഓൾ പേര് സുഖപ്രസവമാണെന്നുണ്ടെങ്കിലും അത്ര സുഖമുള്ള കാര്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ശരിക്കും സ്ത്രീകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. സംസാരിച്ച് കണ്ടില്ല ആരും കേട്ടോ. സീരിയസ്ലി യു ഗൈസ് ഷുഡ് ടോക്ക്. ഇത്രയും ഇവൻ പല സ്റ്റേറ്റ്മെൻറ്റിലും ഇപ്പം നാളെ അടുത്ത് ഇവൻ്റെ വൈഫിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ആനിയുടെ കൂടെ നടന്നിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് അന്നൊന്നും റിയാക്ട് ചെയ്തില്ല. ആ ടോപ്പിക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. വിഷയത്തെക്കുറിച്ച് ഇവൻ പറയുന്നത് നോക്കാം. അതായത് സുഖപ്രസവമാണ്. പണ്ടത്തെ കാലത്തൊക്കെ നെല്ല് കുത്തുന്ന സമയത്ത് നെല്ലിടിക്കുന്നതിൻ്റെ ഇടയിൽ പോയി പ്രസവിച്ചിട്ട് ഇപ്പോൾ വരാം 2 മിനിറ്റ് ഇപ്പോൾ വരാം പോയി പ്രസവിച്ച് ബാക്കി നെല്ലും കൂടി ഇടിച്ച ആൾക്കാർ ഉണ്ട് എന്നുള്ള രീതിയിൽ പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. ആ ഒരു പഴയ ഒരു സംഗതിനെ ഇപ്പോഴും ബാഗേജായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അളിയൻ സംസാരിക്കുന്നത്. ഞാൻ ആദ്യം തൊട്ട് ഇതൊന്ന് വെക്കാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ഇവൻ്റെയൊക്കെ മൈൻഡ് സെറ്റിൽ പ്രസവം തമാശയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവനിപ്പോഴും പ്രസവം എന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇവൻ കാണുന്നുള്ളൂ. ചോദിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി വേറെ രീതിയിൽ ആവുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയാൻ, ഒന്ന് എൻ്റെ വീട്ടിലുണ്ട്, 2 പെൺകുട്ടികളല്ലേ സുഹൃത്തെ നിൻ്റെയും വീട്ടിലുള്ളത്, 3 സ്ത്രീകൾ വീട്ടിലുണ്ട്, നിനക്ക് ഓൾറെഡി 2 കുട്ടികളുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഇതുപോലെ വന്ന് പുലമ്പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പറയണ സമയത്ത് എന്താണ് ഇവൻ്റെയൊക്കെ തലയിലിരിക്കുന്നതെന്ന് ഞാൻ സീരിയസ്ലി ചിന്തിച്ച് നോക്കുകയാണ്. തമാശയാണ് പ്രസവം. പണ്ടത്തെ ആൾക്കാരൊക്കെ തമാശയായിട്ട്, എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഏറ്റവും ലളിതമായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ ഈ ലോകത്ത് ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്ന കാര്യം ഇവൻ്റെ കണ്ണിൽ പ്രസവമാണ്. സുഖപ്രസവം. 9 മാസം നൊന്ത് പ്രസവിച്ചു. ഞാൻ കണക്കുകളൊന്നും പറയുന്നില്ല. എത്രയോ അസ്ഥികൾ നുറുങ്ങുന്ന വേദനയാണ് പ്രസവ വേദന എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ച് ആ ഒരു വേദന, പുരുഷൻ ആ ഒരു വേദന അറിയണം. ഇവനെപ്പോലുള്ള ആൾക്കാർ കേൾക്കാം. കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടെന്ന്.
അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ ഇവൻ്റെ വീട്ടിലെ സ്ഥിതി എന്താണാവോ? സ്ത്രീകൾ എൻജോയ് ചെയ്ത് എന്താടാ എന്താ ഇവൻ പറയുന്നത്? ഇവൻ വല്ലതും കണ്ടിട്ട് പറയുകയാണോ? എനിക്കറിയില്ല. നീ പണ്ടത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നോ വയറ്റാട്ടിയായിട്ട്? ഇവനായിരുന്നോ വയറ്റാട്ടി പ്രസവം എടുക്കുന്നത്? ഇവൻ എനിക്ക് ഇത് ചങ്ങായിനോട് ഇങ്ങനെ ഞാനിവനെ സപ്പോർട്ട് ചെയ്തിരുന്നു പല സിറ്റുവേഷൻസിലും. കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും ഒരു കാലം. വയ്യ. ഇതിൻ്റെ ബാക്കി വിദ്വാൻ എന്താ പറഞ്ഞെന്ന് അറിയില്ല. ആ ഇൻ്റർവ്യൂ മുഴുവൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇനി അതിന് വല്ല എക്സ്പ്ലനേഷനും പരിപാടിയും കൊണ്ടുവരുമോ എന്നുള്ള കാര്യം അറിയില്ല. എയർ എന്ന് പറഞ്ഞൊരു സാധനം, ബഹിരാകാശം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ 4-ാം തീയതി ഒന്ന് തിരിച്ചു വരണം കേട്ടോ. ബഹിരാകാശം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ 4-ാം തീയതി കപ്പുയർത്താൻ തൃക്കാക്കരയിൽ കപ്പുയർത്തുവാൻ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്. വിവരക്കേട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വിവരക്കേട് പറയണം. കാരണം എല്ലാ സമയത്തും നമ്മളെല്ലാം തികഞ്ഞ ആളായിക്കൊള്ളുന്നില്ല. പക്ഷെ വിവരക്കേടൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ഞാൻ പറയുന്നത് പൊട്ടത്തരാണ്. ആ പൊട്ടത്തരം ഉണ്ട്, തലയിൽ ഒരുപാടുണ്ട്. അത് പിന്നെ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. അതിൽ കോൺഫിഡൻ്റ് ആവരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ സംസാരിക്കാൻ ഒരുപാട് അറിഞ്ഞിട്ട് കാര്യമില്ല. മാരാർക്ക് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, വളച്ചൊടിക്കാൻ അറിയാം, പിടിച്ചു നിൽക്കാൻ അറിയാം. ഒരുപാട് സംസാരിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? ഏത് സ്പോട്ടിലാണ് നിർത്തേണ്ടതെന്നുള്ളത്. എന്ത് സംസാരിക്കണം, അതിലേറെ കൂടുതൽ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഇതൊന്നൊരു വിഷയമാവില്ല. അല്ലെങ്കിൽ ഇതൊന്നൊരു പ്രോബ്ലമുള്ള കേസല്ല. സുഖപ്രസവത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ, മറ്റേ എന്താ പറയുക, നെല്ലുകുത്തി പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, നെല്ലുകുത്തി പ്രസവിക്കുന്ന സ്ത്രീകളുടെ സുഖപ്രസവത്തിൻ്റെ, ദി സോ കോൾഡ് സുഖപ്രസവത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ അഖിൽ കുഞ്ഞുകുട്ട മാരാർ, വിവരക്കേടിൻ്റെ ഉസ്താദ്.